ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ പ്രാപ്പോയിൽ ടൗണിൽ നിർദ്ദേശപ്പെട്ടി സ്ഥാപിച്ചു. ചടങ്ങിൽ മുൻ പഞ്ചായത്ത് സെക്രട്ടറി PK ചന്ദ്രശേഖരൻ സ്വാഗതവും PP ലക്ഷ്മണൻ അധ്യക്ഷതയും വഹിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നമ്മ കുര്യാക്കോസ് നിർവഹിച്ചു. KC ലക്ഷ്മണൻ, വിനോദ് K, പ്രസാദ് KS, PK അഗസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ കാലത്ത് നടന്ന പ്രവർത്തനങ്ങൾ അവലോകിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റും തദ്ദേശ സ്ഥാപനങ്ങളും കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ച പ്രകടന പത്രിക, ആ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭരണം നടത്തിയിരുന്നത്. LDF ഗവൺമെൻറ് വരുന്നതിന് മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ നിരവധി പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ഒരു പ്രകടന പത്രിക തയ്യാറാക്കുകയും ആ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അവസാന തീരുമാനം എന്ന രീതിയിലാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അടുത്ത കാലത്ത് നടത്തിയ കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തീരെ അവശരായ നമ്മുടെ സംസ്ഥാനത്തിലെ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ 40 രൂപയിൽ തുടങ്ങിയ ക്ഷേമ പെൻഷൻ 1980-ൽ 40 രൂപയിൽ തുടങ്ങിയ ക്ഷേമ പെൻഷൻ ഇന്ന് 2000 രൂപയെ വർദ്ധിച്ചു ചെയ്യുക. ഏകദേശം 50 ഇരട്ടിയോളം വർധന വന്നിരിക്കുകയാണ്. പടിപടിയായിട്ട് കേരളത്തിലെ ജനങ്ങളോട്, അധ്വാനിക്കുന്ന ജനങ്ങളോട്, കർഷക തൊഴിലാളികളോട്, വൃദ്ധരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളോട്, ഇവരോടൊക്കെ ഈ LDF പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്ന് നടപ്പാക്കുന്ന ഉദാഹരണമാണ് ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇതനുസരിച്ച് കേരളത്തിലെ ലക്ഷോപലക്ഷം 60 വയസ്സ് കഴിഞ്ഞ് ജനങ്ങൾക്ക് 2000 രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ 2 വയോജനങ്ങളുണ്ടെങ്കിൽ 4000 രൂപ കിട്ടുകയാണ്. ഇതിനടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വരികയാണ്. ഇത് മാത്രമല്ല, വിവിധ മേഖലകളിലൂടെ എല്ലാവരെയും കൈപിടിച്ചു വരുന്ന സംവിധാനവും ആണ് ഇപ്പോൾ നടപ്പാക്കി വരുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നാൽ കേരളത്തിലെ സാധാരണക്കാരുടെ ജനങ്ങളുടെ ഉന്നമനമാണ്. സാധാരണക്കാരുടെ നമ്മുടെ സമൂഹത്തിൽ പ്രകടമായ മാറ്റം വരുന്നതാണ്. മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അഭിമുഖീകരണം. ഇതിൻ്റെ ആയിട്ട് കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ പോലെ നമ്മൾ ജനങ്ങളോട് നേരിട്ട് വയ്ക്കണം എന്തൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ അടുത്ത 5 വർഷം നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങളോട് നേരിട്ട് LDF ചോദിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വിലപ്പെട്ട ഈ ചെറുപുഴ പഞ്ചായത്തിൽ അടുത്ത 5 വർഷം നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ വിപുലമായ വളരെ ഓരോ ജനങ്ങളെയും ഓരോ വിഭാഗത്തെയും എന്തൊക്കെ ബാധിക്കുന്നുള്ളതിന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിർദ്ദേശപ്പെട്ടി ഇവിടെ സ്ഥാപിക്കുകയാണ്. ഈ നിർദ്ദേശപ്പെട്ടി ഇവിടുത്തെ ആളുകളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അടുത്ത 5 വർഷം വരാൻ പോകുന്ന തദ്ദേശ ഭരണത്തിൽ LDF എന്ത് സ്വീകരിക്കണം എന്നതിൻ്റെ ഒരു വിലയേറിയ നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് നിങ്ങളെല്ലാം അകമഴിച്ച് സ്വീകരിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തി ഈ ബോക്സിൽ നിക്ഷേപിക്കണം എന്ന് മാത്രം പറയുകയാണ്. ഇത് ഈ ഔപചാരിക കർത്തവ്യം നിർവഹിക്കുന്നതിന് ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ചെറുപുഴയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റുമായ ശ്രീമതി അന്നമ്മ കുര്യാക്കോസ് അവരുടെ ക്ഷണിക്കുകയാണ് ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി. നമ്മുടെ ഇവിടെ നിർദ്ദേശപ്പെട്ടി വെച്ചിട്ടുള്ളത് പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിർദ്ദേശപ്പെട്ടിയുടെ വെച്ചിരിക്കുന്നത്. എല്ലാവരുടെയും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ ഔപചാരികമായി പറഞ്ഞിട്ടുണ്ട്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.